വിവാദം ഇവിടെ കൊണ്ടു നടക്കുന്നവര് സലഫികളാണോ അതോ ഇവിടുത്തെ സഅദിമാരാണോ സഖാഫിമാരാണോ ദാരിമിമാരാണോ തങ്ങയാണെന്ന് പറയുന്നവരാണോ? നന്നായി നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ചു പഠിക്കും. പിന്നെ മുജാഹിദീങ്ങളെ കുറിച്ച് സലഫികളെ കുറിച്ച് ആരോപണം, അവർ മന്ത്രിക്കൂല, ഞങ്ങൾ മന്ത്രിക്കുന്നവരാണ്, ഞങ്ങൾ രോഗം വന്നാൽ വേദന വന്നാൽ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് ബിസ്മില്ലാന്ന് 3 വട്ടം പറയും. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് 7 വട്ടം പറയും. അതിനേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. അതേ അവസരത്തിൽ അതാണ് ഞങ്ങളുടെ പ്രവൃത്തിയെങ്കിൽ ഇന്നിതാ തങ്ങന്മാരെന്ന് പറയുന്നവർ രോഗം വന്നു കഴിഞ്ഞാൽ ജിന്നുകളുടെ പേരെഴുതിയിട്ട് മലക്കുകളുടെ പേരെഴുതിയിട്ട് അതല്ലെങ്കിൽ അതാ അൽ കഹ്ഫിലുള്ള ആൾക്കാരുടെ പേര് അതിന്റെ നായയുടെ പേര് എന്നൊക്കെ പറഞ്ഞ് ഉറുക്കിലും എഴുതി നറുക്കിലെഴുതി അതുകൊണ്ടതാ കൈത്തണ്ടയിലും കാതിലും കഴുത്തിലും മരയിലുമൊക്കെ ഉറുക്ക് കെട്ടുന്നു, ചരട് മന്ത്രിച്ച് കെട്ടുന്നു, നൂലൂതി കെട്ടുന്നു. വീടിന്റെ കാവലിന് വേണ്ടി വീടിന്റെ 4 മൂലകളിൽ കുപ്പി തൂക്കുന്നു. ലോഹത്തകിടുകളിൽ എഴുതിയിട്ട് ആ ലോഹത്തകിടുകളിൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ കുഴിച്ചിടുന്നു. അതേ നിർമ്മാണം പകുതിയാക്കിയ വീടുകളതാ തങ്ങ വന്നിട്ട് പൊളിപ്പിക്കുന്നു. കട്ടില ശരിയായിട്ടില്ല, അടുക്കള ശരിയായിട്ടില്ല, തറ ശരിയായിട്ടില്ല, വാസ്തു ശരിയായിട്ടില്ല, ഇവിടെ പോക്കുവരവിന്റെ ശല്യമുണ്ട്, അതുകൊണ്ട് തീരാറായ വീട് പോലും തങ്ങ വന്ന് പൊളിപ്പിക്കുന്നു. മുസ്ലിമീങ്ങളെ ചൂഷണം ചെയ്യുന്നു. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രം മുസ്ലിമേ നമുക്കില്ല. അല്ലാഹ് അനുവദിച്ച ഹലാലായ ഏത് ഭൂമിയിലും നീ വീട് വെച്ചോ, നിന്റെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും കടന്നു വരുന്ന നിലക്ക് വീട് പണിയെടുക്കുന്നു എന്നതല്ലാതെ അടുക്കള ഇന്ന ഭാഗത്തായാൽ ദാരിദ്ര്യമാണ്, കിണറ് ഇന്ന ഭാഗത്തായാൽ അപകടമരണം ഉറപ്പാണ്, ബാത്റൂം ഇന്ന ഭാഗത്തായാൽ കുഴപ്പമാണ്, ബെഡ്റൂം ഇന്ന ഭാഗത്തായാൽ അവിടെ കുഴപ്പമാണ് എന്നിങ്ങനെ പറഞ്ഞ് അവനവന്റെ സമ്പാദ്യം കൊണ്ട് പാവപ്പെട്ട മനുഷ്യന്മാരുണ്ടാക്കിയ വീടുകളെ പൊളിച്ചെടുക്കാൻ പറയുന്ന അത്തരത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മോശപ്പെട്ട ചിന്തകൾ ഉണ്ടാക്കുന്ന ആളുകളെ, നിങ്ങളുടെ കയ്യിലാണ് നൂതനവാദമുള്ളത്. സലഫികൾ അതിന്റെ ആളുകളല്ല. സലഫികൾ അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരാണ്. മഹാഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെയാ വിശ്വസിക്കുന്നത്. അതേ അവസരത്തിൽ ചില ആളുകൾ വന്നിട്ടാണ് പേടിപ്പിക്കും. ഈ വീട്ടിൽ നിങ്ങൾ താമസിച്ചാ മരണം ഉറപ്പാണ്. എവിടെ താമസിച്ചാലാ മരണം ഉറപ്പല്ലാത്തത്? ഈ ഭൂമിയിൽ എവിടെ താമസിച്ചാലാ മരിക്കാത്തത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളെ വന്ന് പേടിപ്പെടുത്തുമ്പോ പറഞ്ഞേക്കണം, ധൈര്യമായി അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഞങ്ങളോട് നിങ്ങളുടെ വാസ്തു പറഞ്ഞു പേടിപ്പിക്കണ്ട, നിങ്ങളുടെ കണക്ക് പറഞ്ഞു പേടിപ്പിക്കണ്ട, നിങ്ങളുടെ കന്നിമൂല പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ ഷഹാദത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളാണ്. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി, വനിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാണെന്ന് ഏത് തങ്ങയുടെയും മോലാരുടെയും മുഖത്ത് നോക്കിയിട്ട് പറയാൻ മുസ്ലിമേ ഈമാനികമായ കരുത്തുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ മന്ത്രത്തിന്റെ കാര്യമായാലും ദിക്റിന്റെ കാര്യമായാലും ദുആയുടെ കാര്യമാണെങ്കിലും റസൂലുള്ള ഈ ലോകത്തിന് പഠിപ്പിച്ച മന്ത്രങ്ങളും ദിക്റുകളും ദുആകളും നടപ്പിൽ വരുത്തി കൊണ്ട് നടക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അവരെ നിങ്ങൾ നൂതനവാദികളെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. മറിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് സന്മാർഗത്തിന്റെ പാതയിലേക്ക് കടന്നു വരാനാണ് പ്രിയമുള്ളവരെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഇനി സഹോദരന്മാരെ, സലഫികൾ അള്ളാന്റെ റസൂലിനെ സ്നേഹമില്ലാത്തവരാണ് പോലും, റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ് പോലും, റസൂലുള്ളാനെ നിന്ദിക്കുന്നവരാണ് പോലും, റസൂലുള്ളാനെ പുച്ഛിക്കുന്നവരാണ് പോലും. ഇല്ല ഇല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുച്ഛിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവിടുത്തെ നിന്ദിച്ചവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഞങ്ങൾ അവിടുത്തെ പേരിൽ കളവ് പറയൂല.